ശ്രീ അനൂപുമായിട്ടുള്ള ഇന്റർവ്യൂ. ഓക്കെ, ആ ഇന്റർവ്യൂവിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്ഡം? അറിവും അറിവില്ലായ്മയും, അല്ലെങ്കിൽ എന്താ പറയുക, അറിവില്ലായ്മയല്ല, ശരി, തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വിവരവും വിദ്യാഭ്യാസവും വായനയിൽ നിന്നുള്ള അറിവ് എന്തുമാത്രം അറിവുകൾ ഉണ്ടെങ്കിലും അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ല എങ്കിൽ അവരുടെ ജീവിതം കോഞ്ഞാട്ടയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരങ്കിള് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ എന്ത് പറയണം എന്ന സ്വാതന്ത്ര്യം എനിക്ക് എന്തുണ്ട്, എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. താങ്കളുടെ വീട്ടിൽ അച്ഛനോ ചേട്ടനോ അമ്മയോ, എല്ലാവർക്കും അച്ഛൻ ആരാധനാ പുരുഷനും അമ്മ വീക്ക്നെസ്സുമായിരിക്കും. അപ്പോൾ ഇവരാരും ഒരിക്കൽ പോലും താങ്കളെ സിനിമയിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിച്ചിട്ടില്ല. 2013 തിര എന്ന സിനിമ, ചേട്ടൻ്റെ സിനിമ, ഒരു മഹാനടിയുടെ കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? എന്തായിരുന്നു ആദ്യത്തെ സിനിമയുടെ അനുഭവം? കുറേ വർഷം പുറകിലോട്ട് പോകണം. അതാണ്. അപ്പോൾ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ അച്ഛനുമായിട്ടുള്ളൊരു ചെറിയൊരു അതൊക്കെ ഞാൻ എൻ്റെ ബേസിക്കലി എന്ന് പറയുന്ന ഒരു മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റാണ് അവരുടെ. അപ്പോൾ കഴിഞ്ഞൊരു എനിക്കൊന്ന് ഈ വർഷമാണ് അവർ കുറേ ചെറുപ്പക്കാരെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഭയങ്കര വലിയ എഴുത്തുകാരും ഒഫീഷ്യൽസും അങ്ങനെ വലിയ വലിയ ആൾക്കാർ വരുന്ന പരിപാടിയിലാണ് എന്നെ വന്ന് സംസാരിപ്പിച്ചത്. അപ്പോൾ അവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അച്ഛനും ചേട്ടനും ഇടയിൽ ഞാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനെ പറ്റിയിട്ടുള്ള ചോദ്യവും ഈ അനൂപ് എന്ന് പറഞ്ഞ ആള്, അച്ഛൻ പണ്ട് കൈരളിയിൽ ഒരു ഷോ ചെയ്തിരുന്നു, ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന് പറഞ്ഞിട്ടൊരു ഷോ. അപ്പൊ അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറും ആങ്കറും ഈ അനൂപായിരുന്നു. പിന്നെ പുള്ളി ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ പിന്നെ എഡിറ്ററും ഒക്കെ ആയിട്ട് പുള്ളി പ്രോഗ്രാം പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു പുള്ളി. പിന്നെ പുള്ളി അവിടെ നിന്ന് വിട്ടു വന്നു. അപ്പം പുള്ളി ഞാനുമായിട്ട് കുറേ വർഷത്തെ ഒരു ബന്ധമുണ്ട്. അപ്പൊ പുള്ളിക്ക് അച്ഛനും ഞാനും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പൊ അതായത് അതിനെക്കുറിച്ചുള്ള വിഷയമായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛനെ കുറിച്ചുള്ള ചോദ്യം, അപ്പൊ ഓഫ് ടോപ്പിക് ആയി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പുള്ളി എന്നോട് ചോദിച്ച ചോദ്യം അച്ഛനുമായിട്ട് അന്ന് ഒരു രാത്രി ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച്. അപ്പൊ അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞിരുന്ന പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, നീ എത്ര കൾട്ട് ക്ലാസിക് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് എന്നോട് അച്ഛനൊന്ന് ചോദിച്ചത്. അപ്പോ അന്ന് അച്ഛനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയും ചീത്ത പറയുകയും പറഞ്ഞപ്പോ ഞാൻ അന്ന് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഇമോഷണൽ റെസിലിയൻസിനെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായനയിലൂടെ നമ്മൾ ആർജിക്കേണ്ട ബേസിക്കലി നമ്മുടെ സോഷ്യൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ഫോക്കസ്, ബേസിക്കലി ഇതൊക്കെ വായന അൾട്ടിമേറ്റ്ലി നമ്മൾ നോളജ് ഗെയിൻ ചെയ്യാനും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിനെയും ബേസിക്കലി നമ്മളൊക്കെ വായിക്കുന്നത് പലരും അതിനൊരു എനിക്ക് തോന്നുന്നു ഒരു ഹാബിറ്റാണ് പലർക്കും വായന. അങ്ങനെ സ്ട്രെസ് റിലീവിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കാണാത്തതും അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ തക്ക അങ്ങനെ ഒരു ഇമാജിനേഷനും പലർക്കും പല രീതിയിലാണ് വായന ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ കണ്ട വായിച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ, ഒരുപാട് വായിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഇൻട്രോവേർട്സ് ആണ് മിക്കവരും. എന്നുവെച്ചാൽ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരൊരു ഷെല്ലിനകത്ത് വേറൊരു ലോകത്ത് ആരെയും അടുപ്പിക്കാതെ അവരാ ലോകത്ത് ഒതുങ്ങിക്കൂടുകയും സ്വാഭാവികമായിട്ടും വായനയോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കട്ടായി പോകും
ബേസിക്കലി ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പക്ഷേ സോറി ഫോർ ദ ഇന്ററപ്ഷൻ, താങ്കളുടെ ചേട്ടനും അച്ഛനും അതിന് ഘടകവിരുദ്ധമായ രണ്ടാളുകളാണ്. ധാരാളം വായിക്കുകയും അതെ, കാരണം അവര് മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഡെയിലി കണ്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പറയുന്ന അത്തരം ആൾക്കാരല്ല, ഞാൻ പറയുന്ന നോർമലായിട്ട് വായിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുകൊണ്ടിരുന്ന സമയത്തും കോളേജിലൊക്കെ ഒരുപാട് വായിക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെന്ന് വെച്ചാൽ ആരോടും മിണ്ടൊന്നുമില്ല. ഇവർ വായിച്ച് വൈകുന്നേരങ്ങളിൽ രാത്രികളിലൊന്നും നമ്മുടെ കൂടെ ഒന്നും കമ്പനി അടിക്കാതെ പുസ്തകപ്പുഴുക്കൾ, ഭയങ്കര ഗീക്കിഷ് ആയിട്ടുള്ള ഭയങ്കര ഒരു ബുക്കിഷ് നോളജ് മാത്രമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. അല്ല, അച്ഛനും ഏട്ടനൊക്കെ അവരൊക്കെ ബേസിക്കലി എക്സ്ട്രോവേർഡ്സ് ആണ്. ഏട്ടൻ എന്നാലും കുറച്ചുകൂടെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ അധികം ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോവാൻ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെയാണ് എന്നാലും കുറച്ചൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊന്ന് അവർക്ക് സ്വാഭാവികമായിട്ട് ഇത്രയും ആൾക്കാരെ കാണുന്നതിനിടയിൽ സംസാരിച്ചില്ലേ പറ്റും. ഞാൻ പറഞ്ഞ പുറത്തുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇല്ലാതെ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതൊക്കെ ഈ വായനയിലൂടെ കിട്ടേണ്ടതല്ലേ? ഇതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ എനിക്ക് ആ റെസിലിയൻസ് ഉണ്ടാവണം നിർബന്ധമില്ല, കാരണം എനിക്ക് വായനയൊന്നുമില്ലല്ലോ. അതായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പക്ഷെ ഈ വായന ഇല്ലാത്തതും എന്ന് വെച്ചാൽ ഞാൻ വായിക്കാത്ത ആളൊന്നുമല്ല. ഞാൻ അതിനുശേഷം പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഈ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും എൻ്റെ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ഒരു പോയിന്റ് വരെ നമ്മളെ സഹായിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വായിച്ചത് കൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനാവുന്നില്ല. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് ഇതൊക്കെയായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പൊ ഇത്തരം റെസിലിയൻസും ടോളറൻസ് ഒക്കെ നമ്മൾ അറിവുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് അവർക്ക് തീരെ ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഡിസ്കഷൻ ആക്ച്വലി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ സെഷൻ ഒരു 45 മിനിറ്റ് സെഷനായിരുന്നു. അച്ഛൻ്റെ കുറ്റങ്ങൾ മാത്രമായിപ്പോയി ആ സെഷനിൽ. അതുകൊണ്ടാണ് അങ്കിൾ ആ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. കാരണം വെച്ചാൽ ഞാൻ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന പോലെ നല്ലതും മാത്രം ചീത്ത മാത്രമായിപ്പോയി പറഞ്ഞത്. ഞാൻ അച്ഛനെ പറ്റിയിട്ടുള്ള നല്ലത് പറയാൻ വരുമ്പോഴേക്ക് സെഷൻ തീർന്നുപോയി. അപ്പോ അതാണ് പറ്റിയത്. അപ്പൊ എന്നോട് കണ്ടപ്പോ പിന്നീട് എന്നോട് കുറെ പേര് ചോദിച്ചു, നീ എന്താ അച്ഛനെ ഇങ്ങനെ? കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പേരന്റ് എൻ്റെ അച്ഛനാണ്, എന്തൊക്കെ പറഞ്ഞാൽ. കാരണം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ പുള്ളി എനിക്ക് തന്ന സ്വാതന്ത്ര്യം, ഫ്രീഡം, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം. പിന്നെ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഇത്രയൊക്കെ ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ, പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും പുള്ളി തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഏത് രീതിയിലായിരിക്കും എന്ന് കൃത്യമായ മറുപടിയും കൊടുത്തിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ ഇത്രയും അറിയുന്നത് പോലെ താങ്കൾ അറിയില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിലെല്ലാ അർത്ഥങ്ങളും പറയുന്നു. ഇപ്പോഴും താങ്കൾ തിരയിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറഞ്ഞില്ല. അപ്പൊ അതായിരുന്നു അതിനകത്ത് സംസാരം. ഞാൻ ഓഫ് ടോപ്പിക്കായി പോവാതിരിക്കാൻ അച്ഛനും ഈ ചോദ്യത്തിനകത്ത് തന്നെ നിന്നതാണ് അന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ സെഷൻ അച്ഛനെ കുറ്റം പറയാൻ മാത്രമുള്ള സെഷൻ ആയിപ്പോയി എന്നത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, നല്ലതൊന്നും പറഞ്ഞിട്ടില്ല അച്ഛനെ പറ്റിയെന്ന് ഞാൻ പിന്നീട് ചിന്തിക്കുന്നു. പക്ഷെ നേരത്തെ വീണ്ടും വെച്ചാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല പേരൻറ്റ്, ഏറ്റവും നല്ല ഹ്യൂമൻ, ഇത്രയും ഞാൻ റെസ്പെക്റ്റീവ് ഓഫ് ബാക്കി ഞാൻ പറഞ്ഞ എന്ത് വിഷയത്തിന് ഇതാക്കിയാലും പുള്ളിയെ പോലൊരു ജീനിയസ് ആണ് പുള്ളി, എന്തൊക്കെ പറഞ്ഞാലും. അതോടൊപ്പം തന്നെ നല്ലൊരു ഭയങ്കര ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ എന്റെ കാര്യത്തിൽ പുള്ളി ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ ആസ് എ ഫാദർ പുള്ളി ഇമോഷണൽ ആയിരുന്നു. അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇതിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ, ഞാനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഇന്റർവ്യൂ കൊടുത്താലും മതി. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഇമോഷണലി റെസിലിയന്റ് അല്ല എന്ന് ഞാൻ കണ്ട ഒറ്റ സിറ്റുവേഷൻ അന്ന് രാത്രി മാത്രമാണ്. അല്ലാത്തപ്പോഴൊക്കെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളി വളരെ സ്റ്റേബിൾ ആയിട്ടും വളരെ കൃത്യമായിട്ടും അതിന് മറുപടി പറയുകയും ഹാൻഡിൽ ചെയ്യുന്ന ആളോ. പക്ഷെ ആ ഒരു രാത്രിയിലെ സംഭവങ്ങളുടെ ജീവിതം നമുക്ക് കുറെ വിചിന്തനങ്ങളുടെ ഒരു വഴിയൊരുക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും
റിഗ്രറ്റ്സ്, എന്നോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ, റിഗ്രറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ലൈഫിൽ അനുഭവിക്കേണ്ടതൊക്കെ നമ്മൾ അനുഭവിക്കും. പിന്നെ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. യു ലേൺ ഫ്രം യുവർ എക്സ്പീരിയൻസ്, എവറി മൊമെന്റ് ഇസ് ലേണിംഗ്. പിന്നെ ഏറ്റവും വലുത് ഞാൻ പറയുന്നത് യു ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്സ്. ബേസിക്കലി നമുക്കുണ്ടാകുന്ന പ്രണയം, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ നമ്മളെ നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ഇവോൾവ് ആവുന്നതും നമ്മളെ വളർച്ചയൊക്കെ ഇതിലൂടെയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ജനിക്കുന്ന സമയത്ത് അച്ഛനെ അറിയാം, നമുക്ക് അമ്മയെ അറിയാം. സ്കൂളൊക്കെ പോകുമ്പോൾ അച്ഛൻ അമ്മ ഇതിനപ്പുറം ഇല്ല, അമ്മ ആയിരിക്കും എപ്പോഴും. പിന്നെ നമ്മൾ അച്ഛനമ്മമാര് കഴിഞ്ഞ് നമ്മുടെ ലോകം വലുതാവും. വലുതായി കഴിഞ്ഞ് നമ്മുടെ കൂടെ കുറേ സുഹൃത്തുക്കൾ വരും. പിന്നെ നമുക്ക് ആ സുഹൃത്തുക്കൾ, ആ അച്ഛനമ്മമാരെ ഒരു പോയിന്റ് കഴിയുമ്പോൾ വേണ്ടാതാവും. പിന്നെ കൂട്ടുകാരായി നമ്മുടെ ജീവിതം. പിന്നെ അതേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യും ഇതൊക്കെ ഈ കൂട്ടുകാരൊക്കെ അവരോട് പൊടിയും തട്ടി പോകും. പിന്നെ നമ്മൾ പിന്നെയും ഒരു പോയിന്റ് നമ്മൾ കല്യാണം കഴിക്കും. ഇതേ ആ കുടുംബം, ഏത് അച്ഛൻ അമ്മ മക്കൾ, അതേ കുടുംബത്തിൽ നമ്മളും പിന്നെ ഇതിനകത്ത് തിരിച്ചറിയുന്ന പോലെ. അപ്പൊ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന പോലെ അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഇൻഫാക്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം. അപ്പൊ ഇത് എന്ത് ചെയ്താലാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനം. എന്ത് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കിട്ടുമോ? ഇല്ല. ഒരുപാട് പണമുള്ളവനൊക്കെ അറിയാവുന്ന അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പണം ഉണ്ടാകുന്നതിന് വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേര് വെർച്വൽ ആണല്ലോ പണം, വെർച്വൽ കാണുന്നില്ല, പോകുന്നത്. അപ്പോ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പൈസ വെച്ച് എന്താ ഇനി എത്ര ഇതാക്കിയാൽ പോലും അവർക്കിതൊന്നും എന്താ പറയുക, എത്ര ചെലവാക്കിയാൽ പോലും ഇതൊന്നും തീരില്ല. അത്രയധികം പൈസ ഉണ്ടാക്കിയ ആൾക്കാർ വരെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതിനോടുള്ള ആർത്തി കൂടിയിട്ട്, പൈസയോടുള്ള ആർത്തി കൂടി 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 സന്തോഷം കണ്ടെത്താൻ പറ്റാതാവും. ഒരുപാട് പൈസയുണ്ട്, പക്ഷെ ഒരു കാര്യം സന്തോഷമില്ല. അപ്പൊ ഞാൻ എപ്പോഴും എറണാകുളത്ത് ഞാൻ ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയോട് ഞാൻ എപ്പോഴും പറയും, ഈ നഗരത്തിലെല്ലാം ഉണ്ട്, സന്തോഷം ഒഴിച്ചെന്നു. അപ്പോൾ തമാശക്ക് പറയുന്ന, കാരണം ഈ സ്മോൾ വേൾഡിൽ, ചെറിയ ലോകത്ത്, നാട്ടില് ഞാൻ കണ്ണൂരൊക്കെ ഉള്ളോട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളില്ല, ഒരുപാട് ആഗ്രഹങ്ങളില്ല. വൈകിട്ടാകുമ്പോൾ വീട് ഒരു ജോലി വിട്ട് ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ആയിരിക്കാം, അയാൾ ജോലി വിട്ട് വരും. വിട്ട് കഴിഞ്ഞ ശേഷം വീട്ടിൽ മകളുണ്ടാവും, കളിപ്പിക്കും, കുറച്ച് സീരിയലൊക്കെ കാണും, ബിഗ് ബോസ് ഒക്കെ ഇരുന്ന് കാണും. രാവിലെ എഴുന്നേറ്റ് പോകും, ജോലിക്ക് പോകും. അല്ലല്ലോ അവന് നമ്മളെക്കാളും സന്തോഷം സമാധാനമുണ്ട് ജീവിതത്തിൽ, അല്ലേ? സത്യമല്ലേ? കാരണം കൂടുതൽ ചിന്തകളില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സമാധാനം ഇല്ലാണ്ടാവും, ജീവിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, നമ്മൾ വലിയ നഗരത്തില്, വലിയ ഫ്ലാറ്റില്, വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം തന്നെ ഇല്ലാതാക്കുന്ന. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പേപ്പർ വായന. പത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ ഹെഡ്ലൈനറായിട്ട് വായിക്കുന്നതും ഈ ഹെഡ്ലൈൻസിൽ നമ്മൾ കാണുന്നതൊക്കെ ആക്ച്വലി എല്ലാം ദുരന്ത വാർത്തകളാണ്. ഇത്ര കുട്ടികൾ മരിച്ചു, അല്ലെങ്കിൽ ഹെഡ്ലൈനേഴ്സ് എപ്പോഴും ചേച്ചി ശ്രദ്ധിച്ചാൽ മതി. ട്രെയിൻ ദുരന്തം, ഫ്ലൈറ്റ് ഇടിച്ച്, മറ്റേ ബിൽഡിംഗ് ഭൂകമ്പം, ഇതൊക്കെയാണ് ഹെഡ്ലൈൻസ്. എപ്പോഴും ഐ ക്യാച്ച് ചെയ്യുക. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ വായിക്കുന്നതും കാണുന്നതൊക്കെ ഈ ദുരന്ത വാർത്ത. ഫസ്റ്റ് സാധനം നമ്മളെ ഒരു ചിന്ത തന്നെ എന്താ, ഫസ്റ്റ് നമ്മൾ പേപ്പർ എടുത്തിട്ട് വായിച്ച് തുറക്കുന്ന സമയത്ത് തുറക്കുമ്പോൾ കാണുന്ന ഒരു ദുരന്ത വാർത്ത കണ്ടിട്ടായിരിക്കും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഉണരുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ദാറ്റ് ആക്ച്വലി മേക്സ് എൻ ഇമ്പാക്ട്, അല്ലേ? സൈക്കോളജിക്കലി, അല്ലെങ്കിൽ എല്ലാ രീതിയിലും. കാരണം ഇപ്പോൾ ഇന്ന് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ആലുവയിൽ അടുത്തൊരു കുട്ടി, ചെറിയ കുട്ടി, അന്യസംസ്ഥാന കുട്ടി മോളസ്റ്റ് ചെയ്ത് അവളെ മരണപ്പെട്ടു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഒരു ദിവസം നമ്മൾ ഈ വാർത്ത അറിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതേ നാട്ടിലത്തെ രാഷ്ട്രീയം പറയുകയാണ്, നമ്മൾ എഗെയിൻ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ നശിച്ചു പോകണമെന്ന് ആലോചിക്കുമ്പോൾ അവിടെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ്. ഇതൊന്നും അറിയാതെ, ചിന്തിക്കാതെ, ഇതൊന്നും വായിക്കാതെ, ന്യൂസും കാണാതെ, പത്രവും വായിക്കാത്തവരല്ലേ ഭയങ്കര സമാധാനം ഉണ്ടാവും. അതാണ് ലോകത്തിന്റെ അവസ്ഥ, സത്യം. അപ്പം കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിച്ചാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രസ്ഡ് അവസ്ഥയിലോട്ട് പോകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കാണുന്ന
അതിന് നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് മീഡിയ എക്സ്പോഷർ എന്ന് പറഞ്ഞ പോലെ സാധനം നമ്മൾ കാണുന്ന ഇന്ന് ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ബിക്കോസ് നമ്മൾ ഇൻസ്റ്റഗ്രാം തുറക്കുന്നു, ഒരാൾ പുതിയ കാറ് വാങ്ങുന്നു, അസൂയ കുറിച്ചും, അവൻ പുതിയ മേക്കപ്പ്, അവള് പുതിയ ബാഗ് വാങ്ങിക്കുന്നു, ഹാൻഡ് ബാഗ് ഫെറ്റിഷ്, മറ്റേ ഹാഷ്ടാഗ്സ് കാണുന്നു. ഇതൊക്കെ എന്താ, നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള കൊതി ഉണ്ടാക്കും. അത് അച്ഛൻ ഞാൻ പ്രകാശം എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവനെ പോലെ ജീവിക്കാനാണ് കാശ് അധികം, നമുക്ക് നമ്മളെ പോലെ ജീവിക്കാൻ അധികം പൈസ ഒന്നും വേണ്ട, ഓരോരുത്തരെ പോലെ ജീവിക്കാൻ. ഇത് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു പരിധിയിൽ കൂടുതൽ ഇതെന്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു മലയാളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയിൽ ആൾക്കാർക്ക്, ഇപ്പം എൻ്റെ മകൾ, അവള് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് കാണാം. അപ്പൊ ഈ ഷോർട്സ് കാണുമ്പോൾ അവളുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ 10 seconds 20 seconds, ഈ 10 സെക്കൻഡിനുള്ള അവൾ ചിരിക്കുന്നു, അവൾക്കൊരു ഹാപ്പി ഹോർമോൺ റിലീസ് നടക്കുന്നു, അവൾ അടുത്ത വീഡിയോയിലോട്ട് പോകുന്നു. അവളെ പണ്ടത്തെ അതുപോലെ പടം അന്ന് രാത്രി തൂങ്ങിച്ചത്. കാരണം അത്ര ക്വിക്കാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കാണാൻ. അത്ര ഈ സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ അവരുടെ. അപ്പൊ അവർക്കൊരിക്കലും ഇന്നത്തെ കാലത്ത് അവിടെയാണ് ലാഗ്. എൻഗേജിങ് അല്ലെങ്കിൽ എന്റർടൈനിങ് അല്ലെങ്കിൽ സിനിമയായി എന്ത് കാര്യം, എഡ്യൂക്കേഷൻ പോലും, പഠിപ്പിക്കുന്ന കാര്യം പോലും അവർക്ക് എൻഗേജിങ്ങോ ഇൻട്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ അവരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എനി കൈൻഡ് ഓഫ് ഇത് ഓഫ് ടോപ്പിക് ഒക്കെ ഞാൻ ചേച്ചി ചോദിച്ച ചോദ്യം തിരയെ കുറിച്ചാണ്. തിര ഞാൻ 2013-12 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അങ്കിൾ കഥ പറയുമ്പോൾ മാണിക്കൽ അരവിന്ദിന്റെ അതിഥികൾ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പുള്ളിയുടെ ഒരു അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ചേട്ടനോട് തട്ടത്തിൻ മറയത്തെന്ന് പറഞ്ഞ സിനിമ എഴുതിയിരിക്കുകയായിരുന്നു ചേട്ടൻ ആ സമയത്ത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, ഡയറക്ട് ചെയ്തിരുന്നു, ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ ഷോർട്ട് ഫിലിം അഭിനയിച്ചു, ഞാൻ ഡയറക്റ്റ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിച്ചു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ പുള്ളിനെ കാണിച്ചില്ല. അപ്പോൾ പുള്ളി അത് യാദൃശ്ചികമായി എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാനൊരു തട്ടത്തിന് ശേഷം ഒരു സിനിമ ചെയ്യാൻ പ്ലാനുണ്ട്, ശോഭനയാണ് നായിക. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഞാൻ മനസ്സിൽ അതെ ഒന്നുകൊണ്ടല്ല, ഈ ഭയങ്കരമായി നമുക്ക് പണ്ടത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള 2 നടിമാരാണ് ശോഭനയും ഉർവശി. ഇവർ രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കരമായ ഒരാൾക്കാര്. അഭിനയിക്കാനല്ല, ഇവരത് കാണുക എന്നുള്ളത് വലിയ ആൾക്കാർ. കാണുക മാത്രമല്ല, അവർ രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചു. ഉർവശി ഇപ്പോൾ ഒരു സിനിമ ചെയ്തു. അതോടൊപ്പം തന്നെ ആഗ്രഹമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ അഭിനയിച്ചത് ശോഭനയിലൂടെ, അവസാനത്തെ സിനിമ റിലീസായ ഉർവശി ചേച്ചിയിലൂടെ, ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ നയൻതാരയുടെ കൂടെ, ഞാൻ ഇനി എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമ മഞ്ജുവായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് ക്രഷ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം നടന്നു പോകുന്നുണ്ട്. നമ്മളെ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കുന്ന പോലെ. അപ്പോ എന്തോ അതൊക്കെ സംഭവിച്ചു. നമ്മള് വീട്ടിലെത്തുന്ന സമയത്ത് ഇത്തരം ചർച്ചകളോ, ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു, ഒരു സിനിമ ചെയ്തു, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള സിനിമാ ചർച്ചകളോ അതൊന്നും തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ വർഷങ്ങളായിട്ട് അച്ഛനോട് പറയുന്നുണ്ട്. അതിപ്പോ എന്നോട് പറയുന്നത് ഒഴിച്ച് ചോദിക്കുമ്പോ ഞാൻ മറുപടി കൊടുക്കുന്നതല്ലാതെ പുള്ളിയെ പറ്റി പുള്ളിയെ ഡിഫൈൻ ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ എനിക്കില്ല. അതെ അതെ അല്ല, പിന്നെ ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് അതാണ്. ഞങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞാൽ എന്റെ അച്ഛന് കുഴപ്പമില്ല. ഈസ് വെരി ഹാപ്പി ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാരുടെ സംസാരം കേട്ടിരിക്കുന്നത് അറിയുന്നത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല പുള്ളി എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടോ ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്ത ചോദ്യം സാറിന് ചോദിച്ചത്, ഞാൻ 2013 തുടങ്ങി. 2013 തുടങ്ങി പറയുമ്പോൾ 2012-11 വരെ എനിക്ക് സിനിമയിലോട്ട് വരണമെന്നോ സിനിമയെ പറ്റി ഒരു ആഗ്രഹമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ സിനിമയിൽ വന്ന് സിനിമ പഠിച്ചു തുടങ്ങിയാണ്. സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു
ഇപ്പൊ ഞാൻ 10 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പ്രായം. സോ ഇതൊക്കെ ബേബി സ്റ്റെപ്സ് എന്ന് പറയാനായിട്ടുള്ളൂ. നമ്മൾ അസസ് ചെയ്യാൻ പോലും നമ്മളെ അസസ് ചെയ്യുന്നത് ഒരിക്കലും നമ്മളല്ല, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവരാണ്. എൻ്റെ അച്ഛൻ ആദ്യത്തെ സിനിമ എഴുതുന്നത് 35ാമത്തെ വയസ്സിലാണ്. 84 ഓർഡർ നമ്മ ആളറിയാം എന്ന് പറഞ്ഞ സിനിമയാണ് അച്ഛൻ ആദ്യമായിട്ട് എഴുതുന്നത്. അതിന് മുന്നേ പൂച്ചക്കൊലി മൂക്കുത്തിയൊക്കെ അച്ഛനാണ് ഗോസ്റ്റ് എഴുതിയിരുന്നത്. പൂച്ചക്കൊലി മൂക്കുത്തി, ഓർഡർ നമ്മ ആളറിയാം, അരണ്ട സ്ഥലം, എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നു മധുരം കൊട്ടുന്നു, ഇതൊക്കെ അച്ഛൻ 84, 86 കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 86 ഹലോ മൈ ഡിയർ റോങ് നമ്പർ, പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ഗാനങ്ങൾ, അതൊക്കെ പിന്നെ 87 ആ സമയത്തൊക്കെയാണ്. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജ് സന്ദേശമൊക്കെ 89, 98. ഓടലമ്മ ആളറിയാണ്, പിന്നെ അക്കരൊരു മാരം, അതൊക്കെ 84, 85 സമയം. എനിക്കിപ്പോ ആ പ്രായമാണ് അച്ഛൻ്റെ ആദ്യ സിനിമ എഴുതിയ പ്രായം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ അച്ഛൻ ആദ്യ സിനിമ എഴുതിയ പ്രായം ആയിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇനി 10 വർഷത്തിന് ശേഷം, അല്ലെ ഇനിയുള്ള ഇയേഴ്സ് മാത്രമേ ഞാൻ മുന്നോട്ട് ചിന്തിക്കുന്നുള്ളൂ. കാരണം സിനിമ പണ്ടത്തെ സിനിമയല്ലേ, ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിന് നമ്മൾ എല്ലാവരും ഇപ്പൊ ട്രെൻഡിനനുസരിച്ച് സിനിമ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ച് നമ്മളൊരു കഥ ഉണ്ടാക്കി പോയാൽ ചില ട്രെൻഡ് മാറിപ്പോകും. കാരണം ഞാൻ 2016-17 ലവ് ആക്ഷൻ ഡ്രാമ നയൻതാര നിവിൻപോളിയെ വെച്ചിട്ട് ഞാൻ സിനിമ എഴുതുന്ന സമയത്ത് ഞാൻ 2 കൺട്രീസ്, വടക്കൻ സെൽഫി, കമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ, നോൺ സെൻസിക്കൽ ഹ്യൂമർ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ 2017 ദിലീഷ് പോത്തൻ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയായിട്ട് വരുന്നു. മലയാള സിനിമയുടെ എൻറ്റയർ വ്യൂയിങ് സ്റ്റാൻഡേർഡ് ഓഫ് സിനിമ തന്നെ ഒരു ബാർ സെറ്റ് ചെയ്യണം പുള്ളി. റിയലിസ്റ്റിക് സിനിമ, അല്ലെങ്കിൽ റിയൽ സ്പേസിൽ സിംഗ് സൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാർ വളരെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്തു പോകുന്ന സിനിമ. ഇതാണ് പഴയ സത്യനന്ദിക്കാട് സിനിമകൾ. ആക്ച്വലി നമ്മൾ 80s കണ്ടിരുന്ന അച്ഛൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70s ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമ പഴയ മറ്റേ നസീർ സാർ ആ സിനിമയിൽ നിന്ന് അച്ഛൻ 80s കൊണ്ടുവന്ന ഏടാവാതി അലവലാതി ഇതൊക്കെ ചോദിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചു പോകുന്ന സാധനങ്ങളല്ലേ നമ്മുടെ വീട്ടിലൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് തന്നെ കൊണ്ടുവന്ന ഒരു കാലത്ത് അച്ഛനാണ് 80s തുടക്കത്തിൽ. ആ ലെവലിലൊക്കെ സിനിമ 2007 എത്തിയത് ദിലീഷ് പോത്തൻ ഇങ്ങനെയൊരു സംഭവം കൊണ്ടൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഇന്ന് ദിലീഷ് ചേട്ടൻ ട്രെൻഡ് മാറിയതുകൊണ്ട് ഇപ്പൊ കമേഴ്ഷ്യൽ സിനിമ ചെയ്യണമെന്ന് നടക്കുകയാണ്. പുള്ളി ഇപ്പോ റിയലിസ്റ്റിക് സിനിമ വേണ്ടെന്ന് വന്ന് നടക്കുകയാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അന്ന് ഞാൻ അത് ചെയ്തപ്പോ ട്രെൻഡ് മാറി 2019 എത്തിയപ്പോ ഈ സിനിമ വന്നപ്പോഴേക്കും ഞാൻ ആലോചിച്ചു, എന്റെ സിനിമയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. കുമ്പളങ്ങി നൈറ്റ്സ് വരുന്നു, സിനിമ മാറുന്നു, ആൾക്കാരുടെ വ്യൂയിങ് തന്നെ കംപ്ലീറ്റ്ലി വ്യൂയിങ് മാറി. അപ്പൊ ഞാൻ ഈ സിനിമ പൊട്ടി പൊളിഞ്ഞു പോകും എന്റെ സിനിമ. അതൊരു ഇൻകംപ്ലീറ്റ് സിനിമ. ഞാനപ്പോ സ്ക്രീൻ പ്ലേ ഒക്കെ ഉഴപ്പിയിട്ടുണ്ട് ഞാൻ. ലോട്ട് ഓഫ് അതർ റീസൺസ്, ബിക്കോസ് കുറെ ഡേറ്റ്സ് മാറി, കുറെ ഇഷ്യൂസ് ഒക്കെ വന്നു. 2 വർഷം എടുത്ത് തീരാൻ വേണ്ടി ആർട്ടിസ്റ്റ് ഡേറ്റ്സിന്റെ പ്രശ്നങ്ങളൊക്കെ, കുറെ അതർ സൈഡ് ഇഷ്യൂസ് ഉണ്ട്. അവരുടെ ഡേറ്റ്സ് കഴിഞ്ഞു, നിവിന്റെ അവർക്കിടയിൽ ആക്ടേഴ്സിനിടയിൽ ചെറിയ ഫ്രിക്ഷൻ വന്നു. അപ്പൊ ഞാൻ സിനിമ മാനസികമായിട്ട് നമ്മൾ ആ സിനിമയായിട്ട് ഞാനും നമ്മളെല്ലാം ഡിറ്റാച്ച്ഡ് ആയി, പ്രൊഡക്ഷൻ എല്ലാവരും. അങ്ങനെ എനിക്ക് ഈ സിനിമ ഇറങ്ങുന്നു. ഈ സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആ പടം. ഏറ്റവും കൂടുതൽ അന്ന് കളക്ട് ചെയ്ത സിനിമ നമ്മളാണ്. അന്ന് ഇറങ്ങിയ സിനിമ ഇട്ടിമാണി എന്നുള്ള സിനിമ, ലാൽ സാറിന്റെ സിനിമ ഇറങ്ങി. അത് ലൂസിഫറിന് ശേഷം ഇറങ്ങുന്ന സിനിമ. പൃഥ്വിരാജിന്റെ ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ലൂസിഫറിന് ശേഷം. അതോടൊപ്പം ഫൈനൽസ് എന്ന് പറഞ്ഞൊരു സിനിമയും കൂടെ ഇറങ്ങി, രജിഷ വിജയൻ അഭിനയിച്ച്. അതാണ് അന്നത്തെ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല സിനിമ, മെറിറ്റുള്ള സിനിമയാണ്. പക്ഷെ അത് ഓടിയില്ല. കാരണം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സമയത്ത് ഒരിക്കലും ആൾക്കാർ മെറിറ്റിന്റെ പുറകെ പോകില്ല. ആൾക്കാർ പോവുക കൊമേഴ്ഷ്യൽ സിനിമയുടെ പുറകിലെ മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത് എൻ്റെ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി നയൻതാര കോമ്പിനേഷൻ ആയിരുന്നു. അത് സെല് ചെയ്യുക. സോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ആ പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യുക, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റിംഗ് ആസ് വെൽ. പക്ഷെ ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യാതെ തന്നെ ഈ 2 പേരുടെ USP വെച്ചുകൊണ്ട് മാത്രം
എനിക്കൊരു എന്നുവെച്ചാൽ അന്നത്തെ ഓൾമോസ്റ്റ് 50 crore പ്ലസ് അല്ലെങ്കിൽ 60 crore പ്ലസ് വേൾഡ് വൈഡ് ഗ്രോസ് വന്നു നമുക്ക് അന്ന് 2019. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അന്ന് സാറ്റലൈറ്റ് ബിസിനസ്സിൽ വിറ്റുപോയ പടം ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു. ഫിനാൻഷ്യലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി നമുക്ക് ഏറ്റവും സക്സസ് ഉണ്ടാക്കിയ സിനിമ എന്ന് പറയുന്നത് ഒരു മെറിറ്റുമില്ലാത്ത സിനിമ. ഓക്കെ, പക്ഷെ മെറിറ്റുള്ള സിനിമ ഓടിയതുമില്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ നന്നായി എഴുതിയില്ല ആ സിനിമ. അത് എത്ര നന്നായി എഴുതിയാൽ പോലും ആ സിനിമക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു പരിധി കൂടുതൽ നന്നായി എഴുതേണ്ട സിനിമയല്ല ആ സിനിമ. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല എഴുത്തുകാരൻ, നല്ല ഡയറക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ only as good as my director. ബിക്കോസ് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സ് ആണ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് എടുക്കുന്നത് ബേസിക്കലി. കാരണം ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ബ്രഹ്മയുഗം എന്നുള്ള സിനിമ ഇറങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ മമ്മൂക്ക കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ള നടൻ സിദ്ധാർത്ഥ് ഭരതൻ സാറിന്റെ മകൻ. പുള്ളിനെ നമ്മൾ എന്നുള്ള സിനിമയിൽ കണ്ടിട്ട് അവരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല. പുള്ളി കുറെ വർഷത്തിന് ശേഷമാണ് പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. കാരണം പക്ഷെ ഇവിടെ നല്ല നടന്മാർ ഇല്ലാതിരിക്കില്ല. നല്ല ഒരുപാട് നല്ല നടന്മാരുണ്ട് മലയാള സിനിമയിൽ. മലയാള സിനിമയിലുള്ള നടന്മാരൊക്കെ നല്ല നടന്മാർ. നല്ല ക്യാരക്ടേഴ്സ് കിട്ടാതെ വരുമ്പോഴും നല്ല കഥാപാത്രങ്ങൾ കിട്ടാതെ വരുമ്പോഴും ഇവരൊക്കെ മോശം നടന്മാരായി പോകുന്നത്. കാരണം ഞാൻ തിര ചെയ്യുമ്പോൾ ഞാൻ നല്ല നടനായിരുന്നു. തിര ചെയ്തപ്പോൾ ഞാൻ കുതിരാമണ്ണൻ ചെയ്തപ്പോൾ ഞാൻ നല്ല നടനായിരുന്നു. അടികപ്പ ചെയ്തപ്പോൾ ഞാൻ നല്ല നടനായിരുന്നു. പക്ഷെ എന്റെ സിനിമ മോശമായി തുടങ്ങിയപ്പോൾ ഞാൻ മോശം നടനാവും. അപ്പൊ മോശം സിനിമ ചെയ്യുമ്പോഴാണ് നമ്മൾ മോശം നടനാവുന്നത്. അപ്പം നല്ല സിനിമയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏട്ടന്റെ സിനിമ വരുമ്പോൾ വീണ്ടും ഞാൻ നല്ല നടനാവും. കാരണം നല്ല സിനിമയാണ്, നല്ല സംവിധായകനാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിനയത്തിന് ഒക്കെ വ്യത്യാസം വരും. സോ ഐ ബിലീവ് ഐ ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്ന് പറയാൻ കാരണമാണ് നല്ല സിനിമയുടെ ഭാഗമാകുമ്പോൾ നല്ല നടൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ നല്ല ടെക്നീഷ്യൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചോദിച്ചത് എത്ര റൈറ്റർ, ഡയറക്ടർ, ആക്ടർ, ആൻഡ് ഡെഫിനറ്റ്ലി എ ഫാർ ബെറ്റർ ടെക്നീഷ്യൻ ദാൻ ഈ രണ്ട്. കാരണം അതെനിക്കൊരു കോൺഫിഡൻസ് ഉള്ള ഒരു മേഖലയിൽ ഞാൻ പഠിച്ചതും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ സിനിമയിൽ വന്നതും. സോ അത് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സീൻ തന്നു കഴിഞ്ഞാൽ അത് ആരെഴുതിയ ഒരു സീൻ ആയിക്കോട്ടെ, ഒരു സീൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ആ സീൻ എങ്ങനെ ഒരു സീൻ തരുവാണ്, അതെങ്ങനെ കമ്പോസ് ചെയ്യണം, അതിനെങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യണം, അതിനൊക്കെയുള്ള ഒരു ധാരണയും അതിന് ആർട്ടിസ്റ്റ് ഞാനൊരു ആക്ടറും കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കൊണ്ട് എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഷോട്ട് എങ്ങനെ വെക്കണം, ഇത് വെക്കണം ഒക്കെ എനിക്കൊരു ധാരണയുണ്ട് അതിനെക്കുറിച്ച്. സോ അതിൽ എനിക്കൊരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു ടെക്നീഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വലിയ കുഴപ്പത്തിലായിരിക്കുക. ഈ മാതൃഭൂമിയുടെ അടുത്തൊരു ഇന്റർവ്യൂല് ചേട്ടൻ പറഞ്ഞായിരുന്നു ഈ സിനിമ എനിക്ക് അഭിനയിക്കാൻ ഇനി അങ്ങോട്ട് മുന്നോട്ടില്ലെങ്കിലും ചേട്ടൻ ഒരുപാട് കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് കഞ്ചാവ് അടിച്ചിട്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ട് എഴുതുന്ന ഒരാളാണ്. ഞാൻ എന്റെ നാട്ടിൽ വിളിച്ചിട്ട് എന്റെ സംഘം സുഹൃത്തുക്കൾ കഞ്ചാവ് അറേഞ്ച് ചെയ്യണം, എടുത്തു എനിക്കവിടെ എഴുതാൻ. അത് ഞാൻ ബോയിങ്ങിൽ ജഗതി ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇത് കുറച്ച് കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയതാ. ഞാൻ ആ രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു, കഞ്ചാവ് അടിക്കാൻ പോലെ കേട്ടോ. അതിനെ ഡയറക്റ്റ് ആയിട്ട് എടുത്തതാണ് ഞാൻ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞു തീർക്കില്ല. അപ്പൊ ചേട്ടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പോലീസ് എന്റെ പുറകിലാണ്, കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ പുറകിലാണ്. അത് പണ്ട് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 5-6 വർഷം മുന്നേ ഈ കേരളത്തിൽ ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗം ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. ഇപ്പൊ കഞ്ചാവിനെ മാറി സിന്തറ്റിക്കിലോട്ടൊക്കെ പോയി, അതുകൊണ്ട് കൈവിട്ടുപോയി. അപ്പോൾ ഭയങ്കരമായിട്ട് കഞ്ചാവ് ഉപയോഗം ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ബുദ്ധിയുള്ളവൻ എന്നുവെച്ചാൽ കുറച്ച് കാര്യമായിട്ട് ആൾത്താമസമുള്ളവൻ എന്തെങ്കിലും ഒരു സാധനം അടിച്ചിട്ട് ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ തോന്നും, ഓക്കെ. പക്ഷെ ഒരു ബുദ്ധി എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു പോയുള്ളൂ. അപ്പോ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. ആദ്യം നമുക്കൊരു ബുദ്ധി ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നാട്ടിലോട്ട് പോകാൻ പറ്റും. പോലീസിന് പോയാലുണ്ട് കഞ്ചാവ് മാറ്റി സപ്ലൈ ചെയ്യാൻ എത്തിക്കാൻ. അപ്പൊ എന്റെ ചോദ്യം, പിന്നീട് ഞാൻ ഈ ഷോർട്ടായിട്ട് ആ ചെറിയ യാത്രയിലാണ് ആ വീഡിയോ കണ്ടത്. പക്ഷെ ഞാൻ വീഡിയോ ഫുള്ള് കണ്ടപ്പോഴാണ് മാഡം പറഞ്ഞു കൊടുത്തത് ചേട്ടൻ വലിയൊരു പോയിന്റ് പറഞ്ഞു, അതായത് നോളജും വിസ്ഡവും, അറിവും തിരിച്ചറിവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ അറിവ് കിട്ടിയപ്പോൾ ഞാൻ കഞ്ചാവ് ടീമിനെ വിളിച്ചെങ്കിലും
തിരിച്ചറിവ് വന്നു പിന്നീട്. അപ്പൊ ഞാൻ ഈ തിരിച്ചറിവ് വന്നാൽ ചേട്ടൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞോ? എനിക്ക് തിരിച്ചറിവില്ലാതെ പോയതാണ് ലാസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഞാനല്ലാതെ അവിടെ പോയി അങ്ങനെയൊക്കെ പറയുമോ? ചേട്ടാ എനിക്കൊരു തെളിവിനൊന്നും ചേട്ടൻ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ധ്യാൻ ശ്രീനിവാസം ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ഇത് അയച്ചു കൊടുത്താലേ എനിക്ക് നാട്ടിൽ അറിയാൻ പറ്റും. വിനോദ് ചേട്ടന്റെ ക്രഷായിട്ട് നദിയുടെ അയൽക്കാരനാണ്. ഇവിടുത്തെ പോലീസാ ഞാൻ വിളിച്ചു പറയാം. ഹരിപ്പാട്. താങ്ക് യു. അല്ലെങ്കിൽ താങ്കൾ നല്ല നടനാണ്. ഇനി ഞങ്ങളുടെ സിനിമയിലൂടെ താങ്കൾ അതിലും വലിയ നടനാണ്. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും. ഹലോ, എന്റെ പേര് ബീന. ഓക്കെ, ഞാനിപ്പോ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അച്ഛൻ വളരെ ഫേമസ്, സക്സസ്ഫുൾ, മൂത്ത മകൻ സക്സസ്ഫുൾ, സെക്കൻഡ് സൺ സക്സസ്ഫുൾ. ഇതിന്റെയൊക്കെ ഉള്ളില് ആ ഒരു സൈലന്റ് പേഴ്സൺ, അതായത് അമ്മ, വാസ് ദേർ. 40 years ആയിട്ട് അച്ഛൻ എപ്പോഴും തിരക്കിലായിരിക്കുമല്ലോ, നമുക്ക് ഫാമിലി നോക്കാനും. അപ്പൊ എല്ലാം നിങ്ങളെ ചെറുപ്പം തൊട്ട് വലുതാക്കിയതും അതൊരു വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു, ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ ഈ സക്സസിന് ആ അമ്മയ്ക്ക് നിങ്ങൾ എത്ര ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആസ് എ ലേഡി? നിങ്ങൾ എത്ര, ബിക്കോസ് ഞാനൊരു അമ്മയാണ്, സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ മച്ച് യു വാണ്ട് ടു ഡെഡിക്കേറ്റ് യുവർ സക്സസ് ടു യുവർ മദർ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഷീ ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ നമ്മുടെ കൂട്ടത്തിൽ. കാരണം 3 പേര് 3 ധ്രുവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അപ്പൊ അച്ഛനെ പോലെയല്ല ചേട്ടനെ പോലെയല്ല ഞാൻ, അച്ഛനും ഞാനും. എന്നാലും അച്ഛനും ഞാനും തമ്മിലും നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ആൾക്കാരൊന്നുമല്ല. അപ്പൊ ഈ 3 പേരെ ഒരു ന്യൂക്ലിയസ് എന്നൊക്കെ പറയില്ലേ, ഈ 3 പേർക്കിടയിൽ ഒരു സെന്റർ പോയിന്റ്. അപ്പം അമ്മ എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ പറഞ്ഞ പോലെ ഈ ഓർബിറ്റിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മുടെ എനർജി ഒക്കെ, നമ്മൾ ഈ എനർജി എടുക്കുന്നത് മൊത്തം. കാരണം അമ്മ ഇല്ലെങ്കിൽ ഒക്കെ അത് അതിനകത്ത് അമ്മ എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കത്, ഞാൻ അമ്മേനെ കുറിച്ച് പറയണ്ടേ, യുവർ മദർ. അപ്പോ നമ്മൾ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ ഫോർ എവർ ലൈക്ക് നമ്മൾ എന്താ പറയണ്ടേ, എവിടെ ചെന്നാലും എപ്പോഴാണെങ്കിലും വേറെ എന്തില്ലെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് ചിന്തിക്കാം. നാളെ വീട് തുറന്ന് നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ മുറ്റത്തില്ലാത്തൊരു ദിവസത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു ശൂന്യത എന്നൊക്കെ പറയുമല്ലോ. കാരണം ഇപ്പൊ നമുക്ക് അതുകൊണ്ട്, കാരണം അവർക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ കുറെ പടം ചെയ്തു, ഷൂട്ടിങ്ങിന് പോകുന്നു, തിരക്ക് പരിപാടി, സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞു, എനിക്ക് ഇനിയുള്ള കാലം, കുറച്ചു കാലമെങ്കിലും, അമ്മക്ക് വയസ്സായി, ഇനി എപ്പോഴാണ് നിങ്ങൾ തട്ടിപ്പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അവസാന കാലത്ത് നിങ്ങളുടെ കൂടെ കുറച്ചു കാലം നിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം നാളെ നമ്മൾ ഏതെങ്കിലും ഒരു ഷൂട്ടിങ്ങില്ല സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കും, കാരണം അമ്മക്ക് ഓൾമോസ്റ്റ് 70, അച്ഛന് 74. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കും അച്ഛൻ തട്ടിപ്പോയിന്നോ അമ്മ ഇതായിപ്പോയെന്നോ ഒക്കെ നമ്മൾ കേൾക്കുക. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിക്കണം സ്വാഭാവികമായിട്ട്. ഷുഡ് എക്സ്പെക്ട്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ. കാരണം അച്ഛൻ തട്ടിപ്പോയെന്ന് പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ വാർത്തയിലൊക്കെ കാണുന്ന പലപ്പോഴായിരിക്കും ഡോക്ടർമാരുടെ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിരുന്നു, അച്ഛനെ ഞങ്ങൾ അറിയാതെ കൊല്ലരുത്. അല്ല, ഡോക്ടേഴ്സ് അടക്കം പലപ്പോഴും കൈയൊഴിഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ കേസ്. അപ്പോഴൊക്കെ അപ്പം നമ്മൾ ഇതൊക്കെ ആലോചിക്കുന്ന സമയത്തും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇതേപോലെ, അവിടെ നിങ്ങളൊക്കെ ഇനി കുറച്ചു കാലം നമ്മൾ അവരോട് ഉണ്ടാവുള്ളൂ, അവരും നമ്മളോട് ഉണ്ടാവുള്ളൂ. പ്രായമായി, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പ്രായം കഴിഞ്ഞാൽ ആൾക്കാർ മരണം സംഭവിക്കും, ഇതൊക്കെ ഈ ഡിമാൻസ് ഒക്കെ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് കുറച്ചു കാലമെങ്കിലും നിങ്ങൾ അവസാന കാലത്ത് എനിക്ക് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, അതെ, നല്ല കാര്യം, നീ അങ്ങനെ ചിന്തിക്കണം, നീ ഇടക്കിടക്ക് വീട്ടിൽ വരണം. ഞാൻ ഇടക്കിടക്ക് ഞാൻ വീട്ടിൽ വരാം. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയും നമ്മുടെ ജോലിക്കൊക്കെ പോകുന്ന സ്വാഭാവികമായിട്ടും സിനിമ ചെയ്യണം, പൈസ ഉണ്ടാക്കണം. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ സ്വത്തൊന്ന് പാർട്ടീഷൻ ചെയ്ത് തരുവാണെങ്കിൽ എന്റെ ഷെയർ എനിക്ക് അത് വിറ്റിട്ട് ബാങ്കിൽ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് ഞാൻ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നോളാണ്. അത് കിട്ടിയിട്ടില്ല. അപ്പോ
ഇപ്പോഴും ഞാൻ കൊതിക്കുകയാണ് അവരുടെ കൂടെ അവസാന കാലം അവരുടെ കൂടെ ചെലവഴിക്കാൻ. പക്ഷേ പാർട്ടീഷൻ നടക്കാത്തത് കൊണ്ട് ഞാനൊരു കോംപ്ലിമെന്റ് തന്നോട്ടെ. നമ്മൾ പറയും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ഫോൺ നോക്കി കിടക്കരുത്, നമുക്ക് സ്ലീപ്പ് അത് ഡിസ്റ്റർബ് ആവുമെന്ന് പറയും. പക്ഷെ പലപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഡാൻഡ് ഇന്റർവ്യൂസ് കണ്ടിട്ട് കുറച്ച് ചിരിച്ചിട്ട് കേൾക്കാറുണ്ട് കേട്ടോ. D1 മെഗാ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതെ അതെ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ? പറയാൻ പറ്റുമോ? അല്ലല്ല, അത് നമ്മൾക്ക് മാത്രം അറിയുന്നതല്ലേ, തുടക്കം പോകുന്ന സിനിമ. അല്ല നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കഥ. നല്ല രസമുള്ളൊരു സബ്ജക്റ്റ്. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം തുടങ്ങാനിരിക്കുന്നു. സന്തോഷം. പെട്ടെന്ന് ബെസ്റ്റ് ക്വാളിറ്റി വെച്ചിട്ട് ഒരു ക്യാപ്ഷൻ പറഞ്ഞാൽ ബെസ്റ്റ് പേര് ചോദിക്കാനാണ്. ബെസ്റ്റ് ക്വാളിറ്റി വെച്ചിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഒറ്റ വാക്കിൽ അജു വർഗീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതാണോ പറയട്ടെ? എന്താണ് നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് പറഞ്ഞു. വെരി ഗുഡ് ഫ്രണ്ട്. ഷൈൻ ടോം ചാക്കോ എന്താ പറയട്ടെ? പെട്ടു. അതുകൊണ്ട് ഒന്നോ രണ്ടോ വാക്കി പറയാം. അല്ല ഷൈൻ എനിക്ക് തോന്നുന്നു ഷോ സ്റ്റോപ്പർ എന്നൊക്കെ നമ്മൾ വിളിക്കാൻ പറ്റുന്നത് പുള്ളി പരിപാടി അവസാനം കലക്കൂല. പരിപാടി അവസാനിപ്പിക്കും. വിനീത് ശ്രീനിവാസൻ പോകുന്നേ ഉള്ളൂ. പെട്ടെന്ന് ചേട്ടന്റെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലുള്ളപ്പോ പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുത്തപ്പം എന്തെങ്കിലും പൊട്ടിയ കാര്യമോ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് പറയണം. കുറെ നേരമായിട്ട് സീരിയസ് ടോക്ക് ആണല്ലോ. അയ്യോ നല്ല ടോക്കായിരുന്നു. എന്തായാലും ഞാൻ ഓർത്തെടുക്കണം. ചേട്ടനായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ കാണുമല്ലോ, പറയാത്തതും കാണാൻ. ഞാൻ ഇതിന്റെ ഇന്റർവ്യൂല് പറയാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചേട്ടനാണ് എനിക്ക് ഏറ്റവും വലിയ പാല എന്ന് പറയാറില്ലേ? ചുമ്മാ പറയുന്നത് ചേട്ടനും അമ്മയും അച്ഛനുമാണ് എന്റെ ഇരകൾ എന്ന് പറയുന്നത്. കാരണം അവര് തിരിച്ചൊന്നും പറയില്ലല്ലോ. നമ്മളിപ്പം ഒരു സിനിമ ചെയ്തു. അപ്പൊ അത് നമ്മള് എന്താ പറയണ്ട, പ്രത്യേകിച്ച് ഒരു സിനിമയായിട്ട് വർഷങ്ങൾക്ക് ശേഷം അസോസിയേറ്റ് ചെയ്യുന്നതും എന്താ പറയണ്ട, അതൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജിയൊക്കെ ചേട്ടനും അനിയനും ഉള്ളതിന് അപ്പുറം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റിലത്തെ ഒരു 3 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന 3 മാസം എന്ന് പറയുന്നത് ഞങ്ങൾ 10 വർഷത്തിന് ശേഷം ഏറ്റവും ജീവിതത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഈ 3 മാസം, അത് ഞാൻ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന 3 മാസം. അപ്പൊ ഇതൊന്നും ഈ സിനിമ എന്ന് പറഞ്ഞൊരു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരിക്കലും ഇങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. ഒരു ഫീൽഡിലുള്ള 3 ആൾക്കാർ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയൊരു അങ്ങനെ ഒരു പ്രോസസ്സിന്റെ ഭാഗം പറ്റുക, അതൊരു ഹാപ്പി പ്രോസസ്സിന്റെ ഭാഗം പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൂപ്പർ ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ 3 മാസം ഏട്ടനുമായിട്ട് ആ ബന്ധം പുതുക്കി എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ 3 മാസം ഞങ്ങൾ ചെറിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന ഒരു 3 മാസമായിരുന്നു. വൈഫിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ കേട്ടായിരുന്നല്ലോ, ഇങ്ങനെ ഭയങ്കര പുള്ളിക്കാർക്ക് ഭയങ്കര തണുപ്പ് വേണം, എനിക്ക് തണുപ്പ് കുറവാണ്. ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ദുബായ് മുകളിൽ വിട്ടിട്ട് വന്നിരിക്കും. ഞാൻ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം ധ്യാന്റെ വീഡിയോ കാണാത്തായിട്ട് ഈ കൂട്ടത്തിൽ ആരുമില്ല. സന്തോഷം വരാനും അല്ലെ ദുഃഖം വരുമ്പോഴും അതൊരു ഭയങ്കരമായിട്ട് ഒരു ബ്ലെസ്സിംഗ് ആണ് കേട്ടോ. അതൊന്നും എല്ലാവർക്കും പറ്റത്തില്ല. നമ്മൾ ചുമ്മാ പെട്ടെന്ന് ഒരു ടോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊരു ബാധ്യതയാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ കഥകൾക്ക് വേണ്ടി എപ്പോഴും കാരണം എന്റെ മോനൊക്കെ ഒരു 5 വട്ടം കണ്ട വീഡിയോ ഇന്നലെ ഞാൻ ചുമ്മാ വെച്ചോടെ എനിക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ധ്യാനോട് ചോദിക്കാനാണ്. എന്നിട്ട് അവൻ ആ വീഡിയോ റിപ്പീറ്റ് കണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നല്ലാതെ എനിക്കൊന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കരമായിട്ട് അവര് സന്തോഷിക്കാണ്, കുഞ്ഞു പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും. താങ്ക് യു. വിശ്വാസിയാണോ? ആണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരോടാണ് സ്നേഹം? സ്നേഹം ആരോടാണ്? സ്നേഹം ആരോടാണ്? ഇപ്പോഴും
കൂടുതൽ താങ്കൾ ആരെയാണ് ഈ ലോകത്ത് സ്നേഹിക്കുന്നതോ? ഓക്കെ ഓക്കെ. അത് അച്ഛനാണോ അമ്മയാണോ ഭാര്യയാണോ കുഞ്ഞാണോ? അച്ഛനാണ് ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഭാര്യയും മകളും അല്ലേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ. അച്ഛൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കടപ്പാട് കടപ്പാടൊക്കെ വേണോ? കടപ്പാട് വിശ്വസിക്കാതെ അത് നമുക്കെല്ലാം നമ്മുടെ കുടുംബമല്ലേ എന്തൊക്കെ പറഞ്ഞത്, ഫാമിലി അല്ലേ എൻ്റെ ഒരു ബേസ്. അപ്പോൾ നമ്മളെ റൂട്ടഡായി നിർത്തുന്നതും ഒക്കെ നമ്മളെ ഗ്രൗണ്ടഡായി നിൽക്കുന്നതൊക്കെ നമ്മളെ അച്ഛൻ തന്നിട്ടുള്ള മോറൽസും അച്ഛൻ പകർന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ തന്നെയാണ്. അച്ഛൻ പറഞ്ഞിരുന്ന കഥകളൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാം അച്ഛനോട് തന്നെ. ഇനിയും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.